Hi, welcome all to Entry YouTube channel. So, Entry ഈ ഒരു വീഡിയോ സെഷൻ സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള PSCയിൽ ബിടെക് ഇൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ക്വാളിഫിക്കേഷൻ എക്സാമുകളായ അസിസ്റ്റന്റ് എഞ്ചിനീയർ, അസിസ്റ്റന്റ് മാനേജർ, ലെക്ചർ ഇൻ പോളിടെക്നിക് എക്സാമുകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷൻ സീരീസിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ എക്സാമുകളുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് നോക്കുകയാണെങ്കിൽ കൂടുതലും ഒരു ബിടെക് എക്സാമുകൾ എടുക്കുന്ന സമയത്ത് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസുകൾ ധാരാളം കണ്ടുവരുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ എക്സാം പ്രിപ്പറേഷൻസിലും നമ്മൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾക്ക് വെയിറ്റേജ് കൊടുത്ത് ആ രീതിയിൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്താൽ മാത്രമേ ഇനി വരാൻ പോകുന്ന എക്സാമുകൾക്ക് നമുക്ക് നല്ലൊരു സ്കോർ നേടിയെടുക്കാൻ സാധിക്കുള്ളൂ. സോ കേരള PSC എക്സാമുകളുടെ സ്റ്റാൻഡേർഡും ടെക്നിക്കൽ എക്സാം, എസ്പെഷ്യലി ടെക്നിക്കൽ എക്സാമുകളുടെ സ്റ്റാൻഡേർഡും അതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്. സോ പ്രിപ്പറേഷനും വി ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഇറ്റ് ഓൺ ദാറ്റ് വേ. സോ നമ്മൾ ഈ ഒരു വീഡിയോ സെഷൻ സീരീസിൽ നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിൻ സബ്ജക്ട്സുകളിൽ കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് കുറച്ച് ന്യൂമറിക്കൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. സോ ഈ ഒരു വീഡിയോ സെഷൻ സീരീസ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് കൂടുതൽ യൂസ്ഫുൾ ആയിരിക്കും. സോ ഇനിയും എൻട്രിയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ദാറ്റ് അപ്കമിങ് വരുന്ന വീഡിയോ സെഷൻസിന്റെ നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. So you can use it all in a good manner. So ഇന്നത്തെ സെഷനിൽ, ഇന്നത്തെ വീഡിയോ സെഷൻ സീരീസിൽ നമ്മൾ തെർമൽ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്ട്സിൽ നിന്ന് വരാൻ സാധ്യതയുള്ള കുറച്ച് കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻസുകളും അതിന്റെ സൊല്യൂഷൻസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വൺസ് അഗൈൻ ഐ വെൽക്കം യു ഓൾ ടു എൻട്രി യൂട്യൂബ് ചാനൽ. Okay, first question. In a reversible isothermal expansion process, the fluid expands from 10 bar 2 meter cube to 2 bar 10 meter cube. During the process, the heat supplied is 100 kilowatt. What is the work done during the process? Option A 33.3 kilowatt, option B 100 kilowatt, option C 80 kilowatt, and option D 20 kilowatt. So ഈ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഒരു റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് നടക്കുന്നു. ആ സമയത്ത് ഫ്ലൂയിഡ്, ഫസ്റ്റ് ഓഫ് ഓൾ ഫ്ലൂയിഡ് ഇരിക്കുന്ന സ്റ്റേറ്റ് പ്രഷർ 10 ബാർ, വോളിയം 2 മീറ്റർ ക്യൂബ് ആണ്. ഈ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഈ ഒരു ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് നടന്നു കഴിയുമ്പോൾ ഫ്ലൂയിഡ് റീച്ചസ് ദ സ്റ്റേറ്റ് 2 ബാർ ആൻഡ് 10 മീറ്റർ ക്യൂബ്. സോ ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് സിസ്റ്റത്തിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് എത്രയാണ്? 100 കിലോ വാട്ട് ആണെങ്കിൽ വാട്ട് ഈസ് ദ വർക്ക് ഡൺ ഡ്യൂറിംഗ് ദ പ്രോസസ് എന്നാണ് നമ്മളടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട്സ് ഓൾറെഡി എൻട്രിയുടെ കോർ കോഴ്സിൽ നമ്മൾ തെർമോഡൈനാമിക്സ് എന്ന് പറയുന്ന സബ്ജക്ട് ഡിപ്ലോമ ലെവൽ ബേസിലും ഡിഗ്രി ലെവൽ ബേസിലും ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സുകൾ എന്തൊക്കെയാണ്, ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിന്റെയും പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ്, ഓരോ തെർമോഡൈനാമിക് പ്രോസസ്സിലെയും ഹീറ്റ് ട്രാൻസ്ഫറിന്റെയും വർക്ക് ട്രാൻസ്ഫറിന്റെയും ഇക്വേഷൻസ് എന്താണ്, ആ ഇക്വേഷൻസിലോട്ട് നമ്മൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ മെക്കാനിക്കൽ കോർ കോഴ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു ഐസോതെർമൽ പ്രോസസ്സിനെ ബേസ് ചെയ്താണ്, ഒരു റിവേഴ്സിബിൾ ഐസോതെർമൽ എക്സ്പാൻഷൻ പ്രോസസ് ആണ്. അപ്പൊ ഈ എക്സ്പാൻഷൻ പ്രോസസ് നടക്കുന്ന സമയത്ത് ഇനിഷ്യൽ സ്റ്റേറ്റ് P1 എന്ന് പറയുന്നത് 10 ബാർ, V1 വോളിയം 2 മീറ്റർ ക്യൂബ് ആണ്. അതേപോലെ P2 ആ എക്സ്പാൻഷൻ പ്രോസസ് നടന്നു കഴിയുമ്പോൾ ഫൈനൽ പ്രഷർ 2 ബാർ, ഫൈനൽ വോളിയം 10 മീറ്റർ ക്യൂബ് ആണ്. ഈ ഒരു പ്രോസസ് നടക്കുന്ന സമയത്ത് നമ്മൾ സിസ്റ്റത്തിലോട്ട് സപ്ലൈ ചെയ്യുന്ന ഹീറ്റ് 100 കിലോ വാട്ട് ആണെന്ന് പറയുന്നുണ്ട്. നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഈ പ്രോസസ്സിലുള്ള നെറ്റ് വർക്കാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, സോ നമ്മൾ തെർമോഡൈനാമിക് പ്രോസസ്സിൽ റിവേഴ്സൽ പ്രോസസ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ വർക്ക് ട്രാൻസ്ഫറിന് ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. എന്തായിരുന്നു ഇക്വേഷൻ? P
P1 V1 ln V2 by V1. ഇതാണ് നമ്മൾ ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ വർക്ക് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, നമ്മൾ അവിടെ ഒരു കാര്യം കൂടി പഠിച്ചിരുന്നു. ഒരു ഐസോതെർമൽ പ്രോസസ്സിലെ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സെയിം ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹീറ്റ് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ എന്താണോ അത് തന്നെയാണ് എന്ത് വർക്ക് ട്രാൻസ്ഫറിന്റെ ഇക്വേഷൻ. സോ രണ്ടും ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ P1 V1 ln V2 by V1 എന്ന് പറയുന്ന ഈ സെയിം ഇക്വേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ഐസോതെർമൽ പ്രോസസ്സിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യനില് വളരെ ഈസി ആയിട്ട് ആൻസറിലോട്ട് പോകാം. കാരണം നമ്മൾ ഈ ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും ഈ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്യേണ്ടതില്ല. ബിക്കോസ് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് ഹീറ്റ് സപ്ലൈഡ് ഈസ് എന്ത് 100 കിലോവാട്ട്. സോ ഒരു ഐസോതെർമൽ പ്രോസസ്സിൽ നമുക്ക് ഓൾറെഡി അറിയാം ഹീറ്റ് സപ്ലൈഡ് അല്ലെങ്കിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും എന്താണെന്നുള്ളത് സെയിം ആണെന്നുള്ളത് അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആയിട്ട് വരുന്ന ഒരേ ഒരു തെർമോഡൈനാമിക് പ്രോസസ്സ് ഐസോതെർമൽ പ്രോസസ് ആണ്. സോ ഹീറ്റ് ട്രാൻസ്ഫർ 100 കിലോവാട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഒബ്വിയസ്ലി ആ ഒരു പ്രോസസ്സിൽ വർക്ക് ട്രാൻസ്ഫറും എന്ത് തന്നെയായിരിക്കും 100 കിലോവാട്ട് തന്നെയായിരിക്കും അല്ലെ. ബിക്കോസ് ഇൻ ആൻ ഐസോതെർമൽ പ്രോസസ് ബോത്ത് ഹീറ്റ് ട്രാൻസ്ഫർ ആൻഡ് വർക്ക് ട്രാൻസ്ഫർ ഷുഡ് ബി സെയിം ഇറ്റ്സെൽഫ് അല്ലെ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് 100 കിലോവാട്ട്. സോ വളരെ ഈസി ആയിട്ട് നമുക്ക് ഒരു കാൽക്കുലേഷനിലോട്ട് പോലും പോകാതെ നമുക്ക് അതിന്റെ ആൻസറിലോട്ട് എത്താൻ സാധിക്കും. സോ ഇതൊരു കൺസെപ്ച്വൽ ബേസ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. നമുക്ക് ആ ഒരു കൺസെപ്റ്റ് അറിയാമെങ്കിൽ നമുക്ക് വിതിൻ സെക്കൻഡ്സ് നമുക്ക് എന്ത് ചെയ്യാം ആൻസറിലോട്ട് പോകാം. സോ സെയിം ആൻസർ തന്നെ വരും. ഹീറ്റ് സപ്ലൈഡും വർക്ക് ട്രാൻസ്ഫറും എന്ത് തന്നെയായിരിക്കും 100 കിലോവാട്ട് തന്നെയായിരിക്കും. ഓക്കെ, ഇനി ഇതിനെ ബേസ് ചെയ്ത് ഞാനൊരു കൺസെപ്റ്റ് നമ്മൾ ഓൾറെഡി ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആണ് എന്നുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്തു. എന്തുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആകാനുള്ള കാരണം എന്താണ് എന്നുള്ള കാര്യം നമുക്ക്. സോ എന്തുകൊണ്ട് ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും സെയിം ആയി, അതായത് P1 V1 ln V2 by V1 എന്ന് പറയുന്ന സെയിം ഇക്വേഷൻ ഹീറ്റ് ട്രാൻസ്ഫറിനും വർക്ക് ട്രാൻസ്ഫറിനും സെയിം ആയിട്ട് വന്നു. അതിനുള്ള റീസൺ നമ്മൾ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിൽ പഠിച്ചിട്ടുണ്ട്. ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണെന്ന് Q മൈനസ് W ആണെന്നുള്ളത്. ബൈ ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു Q മൈനസ് W. ഡെൽറ്റ യു എന്ന് പറയുന്നത് എന്താണ്? ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജിയാണ്. ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി. അതിന്റെ ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം mCV ഇൻറ്റു T2 മൈനസ് T1 ആണ്. ഇതാണ് ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്ന് പറയുന്നതിന്റെ ഇക്വേഷൻ. ഇനി ഐസോതെർമൽ പ്രോസസ്സിലെ വി നോ ദാറ്റ് ടെമ്പറേച്ചർ ഷുഡ് ബി സെയിം. സോ T1 is equal to T2 which means delta U is equal to 0 എന്ന് വരും. കാരണം T1 equal to T2 ആകുമ്പോൾ T2 minus T1 0 ആവുന്നു. which means delta U equal to 0, which means in an isothermal process internal energy remains constant. internal energy എന്തില്ല, ചേഞ്ച് ഇല്ല. അതുകൊണ്ട് തന്നെ ചേഞ്ച് ഇൻ ഇന്റേണൽ എനർജി എന്തായി 0 ആയി. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്ത് വന്നു? 0 is equal to Q minus W. so Q is equal to എന്തായിരിക്കും? W അല്ലെ. ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും ഐസോതെർമൽ പ്രോസസ്സിൽ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ, ഇത് നമുക്ക് ഇതിന്റെ ഒരു ഫിസിക്കൽ സിഗ്നിഫിക്കൻസിലൂടെ നമുക്ക് തന്നെ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അതായത് ഞാനൊരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എടുക്കുകയാണ്. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് നമ്മൾ എടുക്കുകയാണ്. ഒരു പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റ് എടുക്കുകയാണ്. ഓക്കെ, ഇതിനകത്ത് ഗ്യാസ് ഒക്കുപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെന്റിൽ ഗ്യാസ് ഒക്കുപ്പ് ചെയ്തിരിക്കുകയാണ്. ഈ സിസ്റ്റം ഇരിക്കുന്ന ഇനിഷ്യൽ ടെമ്പറേച്ചർ T1 ആണ്, പ്രഷർ P1 ആണ്, വോളിയം V1 ആണ്. ഈ കണ്ടീഷനിൽ നമ്മുടെ സിസ്റ്റം എക്സിസ്റ്റ് ചെയ്യുകയാണ്. ഈ സിസ്റ്റത്തിനകത്തോട്ട് നമ്മൾ എന്ത് സപ്ലൈ ചെയ്തു? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് സപ്ലൈ ചെയ്തു. ഈ സിസ്റ്റത്തിനകത്തോട്ട് ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് നമ്മൾ എന്ത് ചെയ്തു? സപ്ലൈ ചെയ്തു. നമുക്കറിയാം ഈ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഈ സിസ്റ്റത്തിന്റെ എന്ത് ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്? ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. കാരണം ഹീറ്റ് ആണ് ഞാൻ സിസ്റ്റത്തിലേക്ക് സപ്ലൈ ചെയ്യുന്നത്. സോ ടെമ്പറേച്ചർ മേ ബി ഇൻക്രീസസ് ഫ്രം T1 to some other value T2 or something other. Okay, so temperature increase ചെയ്യും. ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തുള്ള മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. ബിക്കോസ് ഇന്റേണൽ എനർജി നമുക്കറിയാം ഡെൽറ്റ യു ഇസ് ഈക്വൽ ടു എന്താണ്? mCV ഇൻറ്റു T2 മൈനസ് T1 ആണ്. അപ്പോ സിസ്റ്റത്തിനകത്തുള്ള ടെമ്പറേച്ചർ കൂടുമ്പോൾ ഒബ്വിയസ്ലി എന്ത് കൂടും? ഇന്റേണൽ എനർജി കൂടും അല്ലെ. ഇനി ഈ ഒരു പ്രോസസ്സ്, അതായത് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സ് എനിക്കൊരു ഐസോതെർമൽ പ്രോസസ് ആയിട്ടാണ് നടത്തേണ്ടതെങ്കിൽ ഈ സിസ്റ്റത്തിന്റെ ടെമ്പറേച്ചർ നമ്മൾ എന്താക്കി വെക്കണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം അല്ലെ. ടെമ്പറേച്ചർ ഷുഡ് ബി കോൺസ്റ്റന്റ്. എങ്കിലേ എനിക്ക് ആ പ്രോസസ്സിനെ എന്തെന്ന് പറയാൻ സാധിക്കുള്ളൂ? ഐസോതെർമൽ പ്രോസസ് എന്ന് പറയാൻ സാധിക്കുള്ളൂ.
അപ്പൊ ഞാൻ ഈ സിസ്റ്റത്തിലോട്ട് ഹീറ്റ് സപ്ലൈ ചെയ്യുന്ന സമയത്ത് ഒബ്വിയസ്ലി ഇതിന്റെ ടെമ്പറേച്ചർ കൂടുന്നു, പക്ഷെ ഐ നീഡ് ടു കീപ് ദിസ് ടെമ്പറേച്ചർ ആസ് കോൺസ്റ്റന്റ്. അപ്പൊ അങ്ങനെ ഈ ടെമ്പറേച്ചറിനെ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഈ ഗ്യാസ് എന്ത് ചെയ്യണം, ഈ പിസ്റ്റണിലോട്ട് എന്ത് ചെയ്യണം, ഒരു വർക്ക് ചെയ്യണം. അതുമൂലം ഈ പിസ്റ്റൺ എന്ത് ചെയ്യുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു അല്ലെ, പിസ്റ്റൺ മുകളിലോട്ട് പോകുന്നു. സോ നമ്മുടെ ഈ സിസ്റ്റം എന്താ, അണ്ടർഗോയിങ് എക്സ്പാൻഷൻ എന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ഒരു ഹീറ്റ് സിസ്റ്റത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അതിന്റെ ടെമ്പറേച്ചർ കൂടാം. സോ നമുക്ക് ആ ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് ചെയ്യുന്നു. സോ സിസ്റ്റം ഒരു വർക്ക് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാം. ഇനി ഈ കൊടുക്കുന്ന ഹീറ്റിന് ഈക്വൽ ആയിട്ട് തന്നെ ഒരു വർക്ക് പുറത്തോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ടെമ്പറേച്ചറിനെ എന്താക്കി മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ, കോൺസ്റ്റന്റ് ആക്കി മെയിൻറ്റെയിൻ ചെയ്തിരിക്കാൻ സാധിക്കുള്ളൂ. എങ്കിൽ മാത്രമേ ആ പ്രോസസ് എന്താണെന്ന് പറയാൻ സാധിക്കുള്ളൂ, ഒരു ഐസോതെർമൽ പ്രോസസ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും എന്താകുന്നത്, സെയിം ആകുന്നത്. കാരണം നമ്മൾ ഹീറ്റ് സിസ്റ്റത്തിലോട് സപ്ലൈ ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂടുന്നു. നമുക്ക് ഈ ടെമ്പറേച്ചർ കൂടുമ്പോൾ ഈ സിസ്റ്റത്തിനകത്തുള്ള മോളിക്യൂൾസിന്റെ ഇന്റേണൽ എനർജി കൂടുന്നു അല്ലെ, ഡെൽറ്റ യു ഈക്വൽ എം സി വി ഡെൽറ്റ ടി. പക്ഷെ നമുക്ക് ഐസോതെർമൽ പ്രോസസ്സിൽ സിസ്റ്റത്തിന്റെ ഇന്റേണൽ എനർജി എന്തായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, കോൺസ്റ്റന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കാരണം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആണ്. സോ ആ ഒരു കോൺസ്റ്റന്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടി സിസ്റ്റം എന്ത് ചെയ്യുന്നു, ഒരു വർക്ക് പുറത്തേക്ക് ചെയ്യുന്നു. സിസ്റ്റം ഈസ് അണ്ടർഗോയിങ് ആൻ എക്സ്പാൻഷൻ. അപ്പോൾ നമുക്ക് കിട്ടിയ ഹീറ്റ് ട്രാൻസ്ഫർ എത്രയാണോ അത്രയും തന്നെ വർക്ക് ട്രാൻസ്ഫർ പുറത്തോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുള്ളൂ, ഇത് ഒരു ഐസോതെർമൽ പ്രോസസ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ടാണ് ഐസോതെർമൽ പ്രോസസ്സിൽ ഹീറ്റ് ട്രാൻസ്ഫറും വർക്ക് ട്രാൻസ്ഫറും എന്താകുന്നത്, സെയിം ആകുന്നത്. സോ ഇക്വേഷൻ രണ്ടിന്റെയും എന്ത് തന്നെയാണ്, V1 V1 ln V2 by V1. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു രണ്ട് ആസ്പെക്റ്റിൽ നമുക്ക് ആ ഒരു കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വയ്ക്കാം. സോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വിത്തിൻ സെക്കൻഡ്സ് നമുക്ക് കൺസെപ്റ്റ് അറിയാമെങ്കിൽ ആൻസർ ചൂസ് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. Hope everyone should be clear. Okay, so we just move to the second question. Okay, second question. A reversible heat engine, heat input at 300 kilojoule and 200 kilojoule from two thermal reservoirs at 1000 Kelvin and 800 Kelvin respectively. Engine reject heat Q to a reservoir at 300 Kelvin is. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന രണ്ട് റിസർവയറുകൾ, അതായത് 1000 കെൽവിൻ ആൻഡ് 800 കെൽവിൻ ഇരിക്കുന്ന രണ്ട് റിസർവയറുകളിൽ നിന്ന് 300 കിലോജൂൾ ഹീറ്റും 200 കിലോജൂൾ ഹീറ്റും റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനിലോട്ട് വരുന്നു. ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നു, ഒരു ക്യൂ എമൗണ്ട് ഓഫ് ഹീറ്റ് ഒരു 300 കെൽവിൻ റിസർവയറിലേക്ക് എന്ത് ചെയ്യുന്നു, റിജക്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ് എന്നാണ് ക്വസ്റ്റ്യൻ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് അല്ലെ. സോ ഈ ഒരു ക്വസ്റ്റ്യൻ തെർമോഡൈനാമിക്സിൽ തന്നെ എൻട്രോപ്പി എന്ന് പറയുന്ന കൺസെപ്റ്റിനെ ബേസ് ചെയ്തുള്ള ഒരു ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ തെർമോഡൈനാമിക്സിൽ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എ റിവേഴ്സിബിൾ ഫോർ എ സൈക്ലിക് പ്രോസസ്സിനെ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി പറയുന്നത് ഇത്രയേ ഉള്ളൂ, സൈക്ലിക് ഇന്റഗ്രൽ dq by t എന്ന് പറയുന്നത് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്താണ്, 0 ആണ്. ഈ സൈക്ലിക് ഇന്റഗ്രൽ dq by t ഈക്വൽ ടു 0 ആകുമ്പോൾ അത് റിവേഴ്സിബിൾ സൈക്കിൾ ആയിരിക്കും. ഈ സൈക്ലിക് ഇന്റഗ്രൽ dq by t ലെസ് ദാൻ 0 ആണെങ്കിൽ അത് ഇറിവേഴ്സിബിൾ സൈക്കിൾ ആയിരിക്കും. സൈക്ലിക് ഇന്റഗ്രൽ dq by t ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഇവിടെ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ whenever cyclic integral dq by t greater than 0, it should be an impossible cycle. ഇതാണ് ക്ലോഷ്യസ് ഇനീക്വാളിറ്റി പറയുന്നത്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യന് വിത്ത് റെസ്പെക്ട് നമുക്ക് ആ ഒരു ഫ്ലോ ഡയഗ്രാം ഒന്ന് വരയ്ക്കാം. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് ഒരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആണ്. സോ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ, ഈ ഹീറ്റ് എഞ്ചിൻ ഓപ്പറേറ്റ് ചെയ്യുന്ന റിസർവയറുകൾ, ഒരു റിസർവയർ 1000 കെൽവിൻ, മറ്റൊരു റിസർവയർ ഇരിക്കുന്നത് 800 കെൽവിൻ. ഓക്കെ, ഈ രണ്ട് റിസർവയറുകളിൽ നിന്ന് ഹീറ്റ് എന്ത് ചെയ്യുന്നു, റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനിലേക്ക് വരികയാണ്. സോ 1000 കെൽവിൻ റിസർവയറിൽ നിന്നും ഹീറ്റ് വരുന്നുണ്ട്, 800 കെൽവിൻ റിസർവയറിൽ നിന്നും ഹീറ്റ് വരുന്നുണ്ട്. 1000 കെൽവിൻ റിസർവയറിൽ നിന്ന് വരുന്ന ഹീറ്റ് എത്രയാണ്, 300 കിലോജൂൾ ഓഫ് ഹീറ്റ്. അപ്പോൾ ഇവിടുന്ന് വരുന്നത് 300 കിലോജൂൾ ഓഫ് ഹീറ്റ് ആണ്. അതേപോലെ 800 കെൽവിൻ റിസർവയറിൽ നിന്ന് വരുന്നത് 200 കിലോജൂൾ ഹീറ്റ് ആണ് 800 കെൽവിൻ റിസർവയറിൽ നിന്ന് വരുന്നത്. അപ്പൊ ഈ രണ്ട് റിസർവയറിൽ നിന്നും
300 കിലോ ജൂൾ 200 കിലോ ജൂൾ ഹീറ്റ് എവിടെ എത്തി? നമ്മുടെ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിനിലെത്തി. ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എന്ത് ചെയ്യുന്നു? ഒരു സർട്ടൺ എമൗണ്ട് ഓഫ് ഹീറ്റ് ക്യൂ ഏത് റിസർവയറിലോട്ട് റിജക്ട് ചെയ്യുന്നു? 300 കെൽവിൻ റിസർവയറിലോട്ട് റിജക്ട് ചെയ്യുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇവിടുന്ന് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത് ഈ റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ 300 കെൽവിൻ റിസർവയറിലോട്ട് റിജക്ട് ചെയ്യുന്ന ഹീറ്റ് എത്രയാണ് എന്നാണ് നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ ഇത് റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ എന്ന ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പറയാം ആസ് പെർ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി സൈക്ലിക് ഇന്റർവൽ dq/t എന്തായിരിക്കും? ഈക്വൽ ടു 0 ആയിരിക്കും. കാരണം ക്ലോഷ്യസ് ഇനീക്വാളിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട് ഫോർ എ റിവേഴ്സിബിൾ സൈക്കിൾ cyclic interval dq/t should be always equal to 0. Should be always equal to 0 എന്ന് ഓൾറെഡി നമ്മൾ ക്ലോഷ്യസ് ഇനീക്വാളിറ്റിയിൽ പഠിച്ചു. അപ്പൊ ഇതൊരു റിവേഴ്സിബിൾ ഹീറ്റ് എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ ഈ ഒരു സൈക്ലിക് പ്രോസസ് ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി ഈ ഒരു പ്രോബ്ലത്തിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എങ്ങനെ എഴുതാം? ഇത് 300 കിലോ ജൂളിനെ ഞാൻ Q1 എന്ന് വിളിക്കുന്നു. ആ വരുന്ന ടെമ്പറേച്ചറിനെ T1 എന്ന് വിളിക്കുന്നു. 200 കിലോ ജൂളിനെ നമ്മൾ Q2 എന്ന് വിളിക്കുന്നു. ആ വരുന്ന റിസർവയറിലെ ടെമ്പറേച്ചറിനെ T2 എന്ന് വിളിക്കുന്നു. കണ്ടുപിടിക്കേണ്ട ഹീറ്റ് Q ആണ്. സോ ആ റിസർവയറിന്റെ ടെമ്പറേച്ചറിനെ T എന്ന് വിളിക്കുന്നു. സോ ഫോർ ദിസ് റിവേഴ്സിബിൾ സൈക്കിൾ നമ്മുടെ ക്ലോഷ്യസ് ഇനീക്വാളിറ്റി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് എഴുതാം Q1 ഉം Q2 എന്ത് ചെയ്യാണ്? എഞ്ചിനിലോട്ട് വരികയാണ്. Q എന്ന് പറയുന്ന എഞ്ചിനിൽ നിന്ന് എന്ത് ചെയ്യാണ്? പോവുകയാണ് അല്ലെ? അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? Q1/T1 പ്ലസ് Q2/T2 ഇസ് ഈക്വൽ ടു എന്താകും? Q/T ആകും അല്ലെ? അങ്ങനെയാണെങ്കിൽ മാത്രമേ അവിടെ ആ സൈക്ലിക് ഇന്റർവൽ dq/t എടുക്കുമ്പോൾ അത് എന്താവത്തുള്ളൂ? 0 ആവത്തുള്ളൂ. കാരണം Q1/T പ്ലസ് Q2/T മൈനസ് Q/T ഈക്വൽ ടു എന്തെന്ന് എഴുതാം? നമുക്ക് 0 അല്ലെ? ഇനി നമ്മൾ എന്ത് ചെയ്യുക? വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുക്കുക. Q1 ന്റെ വാല്യൂ എത്രയാണ്? 300. സോ 300 ബൈ അവിടുത്തെ റിസർവയർ ടെമ്പറേച്ചർ 1000 പ്ലസ് Q2 എത്രയാണ്? 200 ബൈ അവിടുത്തെ റിസർവയർ ടെമ്പറേച്ചർ എത്രയാണ്? 800 ഈസ് ഈക്വൽ ടു നമുക്ക് കണ്ടുപിടിക്കേണ്ട വാല്യൂ Q ആണ്. അവിടുത്തെ റിസർവയർ ടെമ്പറേച്ചർ 300. സോ ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നമുക്ക് Qന്റെ വാല്യൂ അറൌണ്ട് 165 കിലോ ജൂൾ എന്ന് നമുക്ക് കിട്ടും. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ക്ലിയർ ആയോ? ഓക്കെ അല്ലെ? ജസ്റ്റ് ക്ലോഷ്യസ് ഇനീക്വാളിറ്റി എന്ന് പറയുന്ന പ്രിൻസിപ്പളിന്റെ ഒരു കൺസെപ്ച്വൽ പ്രോബ്ലം ആണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്യാം. ഇങ്ങനെയുള്ള ടിപ്പിക്കൽ പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്ത് നമ്മൾ ഫെമിലിയർ ആണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് സൊല്യൂഷനിലേക്ക് പോകും. ഓക്കെ. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്ന് സൈക്രോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. സൈക്രോമെട്രി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് കേരള PSCക്ക് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ഏരിയയാണ് സൈക്രോമെട്രി. അതിൽ തന്നെ തിയറട്ടിക്കൽ ക്വസ്റ്റ്യൻസുകൾ ഒരുപാട് ചോദിക്കാനുണ്ട്. ഡിഫറെന്റ് സൈക്രോമെട്രിക് പ്രോസസ്സിനെ ബേസ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ ധാരാളം കണ്ടുവരാറുണ്ട്. ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് അപ്പോൺ ദ ബൈപാസ് ഫാക്ടർ കൺസെപ്റ്റിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ബൈപാസ് ഫാക്ടർ കൺസെപ്റ്റിൽ നിന്നുള്ള ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഈ ഒരു വീഡിയോ സെഷനിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ ഇത്രയായിരുന്നു: ദ അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് 760 mm of mercury and dry bulb temperature 15 degrees Celsius and wet bulb temperature 11 degrees Celsius enters a heating coil whose temperature is 41 degrees Celsius. If the bypass factor of the heating coil is 0.5, then what will be the dry bulb temperature after leaving the coil? അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഒരു ഹീറ്റിംഗ് കോയിൽ ഉണ്ട്. ഈ ഹീറ്റിംഗ് കോയിലിന്റെ ബൈപാസ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയാണ്? 0.5 ആണ്. നമ്മൾ യൂസ് ചെയ്തേക്കുന്ന ഹീറ്റിംഗ് കോയിലിന്റെ ബൈപാസ് ഫാക്ടർ എത്രയാണ്? 0.5 ആണ്. ഈ ഹീറ്റിംഗ് കോയിലിലോട്ട് ഒരു എയർ, അറ്റ്മോസ്ഫിയറിക് എയർ അറ്റ് പ്രഷർ 760 mm of mercury പ്രഷറിൽ ഇരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറിക് എയർ ഈ ഹീറ്റിംഗ് കോയിലേക്ക് എൻ്റർ ചെയ്യുകയാണ്. എൻ്റർ ചെയ്യുന്ന ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എത്രയാണ് തന്നിരിക്കുന്നത്? 15 ഡിഗ്രി സെൽഷ്യസ്. അതായത് TD1 എത്ര നമ്മൾ എഴുതി? 15 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി. TW1 എൻ്റർ ചെയ്യുന്ന എയറിന്റെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എത്ര തന്നിരിക്കുന്നത്? 11 ഡിഗ്രി സെൽഷ്യസ് തന്നിരിക്കുന്നു. അപ്പൊ 15 ഡിഗ്രി സെൽഷ്യസ് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും 11 ഡിഗ്രി സെൽഷ്യസ് വെറ്റ് ബൾബ് ടെമ്പറേച്ചറുമുള്ള എയർ നമ്മുടെ ഹീറ്റിംഗ് കോയിലേക്ക് എന്ത് ചെയ്തു? എൻ്റർ ചെയ്തു. ആ ഹീറ്റിംഗ് കോയിലിന്റെ ബൈപാസ് ഫാക്ടർ എത്രയാണ്? 0.5 ആണ്. ഇനി ആ ഹീറ്റിംഗ് കോയിലിന്റെ ബൈപാസ് ഫാക്ടർ 0.5 ആണ്. എന്റേഴ്സ് ഹീറ്റിംഗ് കോയിൽ ഹൂസ് ടെമ്പറേച്ചർ ഇസ് 41 ആണ്. ഈ ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ എത്രയാണ്? 41 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമ്മൾ നോർമലി ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ ഡിനോട്ട് ചെയ്യുന്നത് ഏത് നമ്പർ വെച്ചിട്ടാണ്? 3 വെച്ചിട്ടാണ്. സോ TD3 ഈസ് ഈക്വൽ ടു നമ്മൾ എന്തെന്ന് എഴുതി? 41 ഡിഗ്രി സെൽഷ്യസ് എന്ന് എഴുതി. ചോദിച്ചിരിക്കുന്നത് എന്താണ്?
വാട്ട് വിൽ ബി ദ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആഫ്റ്റർ ലീവിംഗ് ദ കോയിൽ. അങ്ങനെയാണെങ്കിൽ ഈ എയർ കോയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഏത് ടെമ്പറേച്ചറിലാണ് ലീവ് ചെയ്യുന്നത്? സോ അതിനെ നമ്മൾ എന്തെന്ന് വിളിച്ചു? TD2 എന്ന് വിളിച്ചു. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഓഫ് ദ എയർ ലീവിംഗ് ദ കോയിൽ, അതായത് TD2 നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് സൈക്ലോമെട്രിക് ചാർട്ടിൽ ഈ ഒരു പ്രോസസ്സിനെ നമുക്കൊന്ന് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ജസ്റ്റ് സൈക്ലോമെട്രിക് ചാർട്ട് റെപ്രസെന്റേഷൻ വരയ്ക്കുകയാണ്. സൈക്ലോമെട്രിക് ചാർട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, എക്സ് ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് ഏതാണ്? ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആണ്. വൈ ആക്സിസിൽ നമ്മൾ എടുക്കുന്നത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ആണ്. നമ്മളിവിടെ ഒരു ഹീറ്റിംഗ് കോയിലോട്ട് എയർ കിടക്കുമ്പോൾ അവിടെ നടക്കുന്ന ഏത് സൈക്ലോമെട്രിക് പ്രോസസ് ആണ്? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന സൈക്ലോമെട്രിക് പ്രോസസ് ആണ്. എന്താണ് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറഞ്ഞാൽ? It is a psychrometric process on which the dry bulb temperature increases by keeping the specific humidity constant. Specific humidity constant ആക്കി വെച്ചുകൊണ്ട് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ മാത്രം ഇൻക്രീസ് ആവുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത്. സോ നമ്മുടെ എയർ കയറുന്ന പോയിന്റ് 1 എടുത്തു അല്ലെ, 1 ഇതാ ഞാൻ ഇവിടെ എടുത്തു. അങ്ങനെയാണെങ്കിൽ ഈ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് ലൈൻ എങ്ങനെയാണ് പോകുന്നത്? ഹൊറിസോണ്ടൽ ആയിട്ട് റൈറ്റ് വേർഡ്സ് ആയിരിക്കും പോകുന്നത്. കാരണം 1 നിന്ന് റൈറ്റിലോട്ട് പോകുന്നതിനനുസരിച്ച് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുന്നു. ഹ്യൂമിഡിറ്റി എന്താ? ഹ്യൂമിഡിറ്റി വൈ ആക്സിസിലാണ്. ഹ്യൂമിഡിറ്റി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം ഈ ഒരു ലൈൻ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? സെൻസിബിൾ ഹീറ്റിംഗിനെ റെപ്രസെന്റ് ചെയ്യും. അപ്പോൾ ഈ ഹീറ്റിംഗ് കോയിലോട്ട് എയർ കയറുന്ന ടെമ്പറേച്ചർ പോയിന്റ് 1 ആണ്. അതായത് ആ ഡ്രൈ ബൾബ് ടെമ്പറേച്ചറും ആ വെറ്റ് ബൾബ് ടെമ്പറേച്ചറും നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പക്ഷെ ഈ എയർ ഇറങ്ങുന്ന ടെമ്പറേച്ചർ എത്രയാണ്? TD2 ആണ്. അതാണ് നമ്മളടുത്ത് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ഈ എയർ പോകുന്ന ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ 41°C ആണ്. അപ്പൊ നമുക്ക് നോർമലി അറിയാം, എയർ ഒരു ഹീറ്റിംഗ് കോയിലിനകത്തൂടെ കടന്നു പോയാൽ ഈ എയർ കംപ്ലീറ്റ്ലി ഹീറ്റിംഗ് കോയിലൂടെ തന്നെ പോവുകയാണെങ്കിൽ, അതായത് നമ്മുടെ ഹീറ്റിംഗ് കോയിലിന്റെ എഫിഷ്യൻസി 100% ആണെങ്കിൽ നമ്മുടെ എയറിന്റെ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിൽ എത്തും? ഹീറ്റിംഗ് കോയിലിന്റെ അതേ ടെമ്പറേച്ചറിൽ എത്തും, അതായത് 41°C തന്നെ എത്തും. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ അവർ പറഞ്ഞു ബൈപാസ് ഫാക്ടർ എത്രയാണെന്ന്? 0.5 ആണ്. അതായത് ഇതിനകത്ത് ഈ കയറുന്ന എയറിൽ 50% എയർ ഹീറ്റിംഗ് കോയിലിൽ കയറാതെ ബൈപ്പാസ് ചെയ്ത് പോകുന്നു എന്നല്ല അതിന്റെ മീനിങ്. കംപ്ലീറ്റ് എയർ എവിടെ കയറുന്നില്ല? ഹീറ്റിംഗ് കോയിലിൽ എൻ്റർ ചെയ്യുന്നില്ല. 50% എന്ത് ചെയ്യുന്നു? ബൈപ്പാസ് ചെയ്യുന്നു അല്ലെ. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ആ എയറിന്റെ ടെമ്പറേച്ചർ ഏത് ടെമ്പറേച്ചറിലോട്ട് എത്തിക്കാൻ സാധിക്കില്ല? ആ ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചറിലോട്ട് എത്തിക്കാൻ സാധിക്കില്ല. കാരണം ഹീറ്റിംഗ് കോയിലിലൂടെ കംപ്ലീറ്റ് എയർ പാസ് ചെയ്ത് പോയാലേ ആ ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ ആർക്ക് കിട്ടുള്ളൂ? എയറിന് കിട്ടുള്ളൂ. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞു ബൈപാസ് ഫാക്ടർ 0.5 ആണ്. അതായത് 50% ഓഫ് എയർ ഹീറ്റിംഗ് കോയിലിനകത്തൂടെ കിടക്കുന്നില്ല, അത് ജസ്റ്റ് ലീവ് ചെയ്ത് അല്ലെങ്കിൽ ഹീറ്റിംഗ് കോയിലിൽ നിന്ന് മാറിയാണ് എന്ത് ചെയ്യുന്നത്? പോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരിക്കലും ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ ആയ 41°C എയറിന്റെ ലീവിംഗ് ടെമ്പറേച്ചറിനെ എത്തിക്കാൻ സാധ്യമല്ല, ബിക്കോസ് ഓഫ് ദിസ് ബൈപാസ് ഫാക്ടർ. അതുകൊണ്ട് തന്നെ എയർ ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചറിനെ ഞാൻ എന്തെന്നെടുത്തു? 2 എന്നെടുത്തു. അതേപോലെ ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചറിനെ ഞാൻ എന്തെന്നെടുത്തു? 3 എന്നെടുത്തു. അപ്പൊ നമ്മുടെ ലൈനിലെ 1, 2, 3 നമ്മൾ മാർക്ക് ചെയ്തത്. ഇതിനകത്ത് ഏറ്റവും വലിയ ടെമ്പറേച്ചർ ഏതിന്റെ ആയിരിക്കും? ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ ആയിരിക്കും 41°C. ഏറ്റവും ചെറിയ ടെമ്പറേച്ചർ എയർ കയറുന്ന ഇൻലെറ്റ് ടെമ്പറേച്ചർ ആയിരിക്കും, അത് TD1. TD2 എന്ന് പറയുന്ന ടെമ്പറേച്ചർ എയർ ലീവ് ചെയ്യുന്ന ടെമ്പറേച്ചർ ഇൻ ബിറ്റ്വീൻ ദാറ്റ് എയർ എന്ററിംഗ് ടെമ്പറേച്ചർ ആൻഡ് ഹീറ്റിംഗ് കോയിൽ ടെമ്പറേച്ചർ. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ അത് 3 മാർക്ക് ചെയ്യും. ഇനി ബൈപാസ് ഫാക്ടറിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബൈപാസ് ഫാക്ടർ ഓഫ് ഹീറ്റിംഗ് കോയിൽ ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ബൈപാസ് ചെയ്തു പോയ എയറിന്റെ ടെമ്പറേച്ചർ എത്രമാത്രമാണ്? നമുക്ക് എയർ കയറിയത് TD1ലാണ്, എയർ ലീവ് ചെയ്തത് TD2ലാണ്. പക്ഷെ മാക്സിമം ഏത് ടെമ്പറേച്ചർ വരെ വരാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു? TD3 വരെ വരാൻ പോസിബിലിറ്റി ഉണ്ടായിരുന്നു. കാരണം TD3 ആണ് ഹീറ്റിംഗ് കോയിലിന്റെ ടെമ്പറേച്ചർ. സോ ബൈപാസ് ചെയ്തു പോയത് ഇത്രയല്ലേ? അപ്പൊ ആ ഡിഫറൻസ് എന്ത് വരും? TD3 മൈനസ് TD2 ഡിവൈഡഡ് ബൈ മാക്സിമം TD1 ടെമ്പറേച്ചർ കയറി എയറിനെ മാക്സിമം നമുക്ക് ഇവിടെ വരെ കൊണ്ടുവരായിരുന്നു, TD3 വരെ കൊണ്ടായിരുന്നു. സോ TD3 മൈനസ് TD1. അപ്പൊ ഇതാണ് ബൈപാസ് ഫാക്ടർ ഓഫ് ഹീറ്റിംഗ് കോയിലിന്റെ എന്ത് ഇക്വേഷൻ എന്ന് പറയുന്നത്. ബൈപാസ് ഫാക്ടർ ഇസ് ഈക്വൽ ടു TD3 മൈനസ് TD2 ഡിവൈഡഡ് ബൈ TD3 മൈനസ് TD1. അപ്പൊ ബൈപാസ് ഫാക്ടർ എത്രയാണ് തന്നേക്കുന്നത്? 0.5 is equal to TD3 ഹീറ്റിംഗ് കോയിൽ ഇറങ്ങുന്ന ടെമ്പറേച്ചർ 41 മൈനസ് TD2 ഡിവൈഡഡ് ബൈ 41 മൈനസ് TD1 എത്രയാണ്? 15 ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ. ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് വി ഗോട്ട് TD2 ആസ് എത്ര എന്ന് കിട്ടും? 41 മൈനസ് 15 എത്ര വരും? 41 minus 15, 26, 26 into 0.5, let's go 26 into 0.5 is equal to 41 minus TD2. So we got TD2 as 28°C. So option A is the correct answer. Clear?
സോ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബൈപാസ് ഫാക്ടറിന്റെ കൺസെപ്റ്റിൽ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ നമ്മൾ എന്താണ് ബൈപാസ് ഫാക്ടർ എന്നുള്ള പഠിക്കുക, അതിന്റെ ഇക്വേഷൻസ് നമ്മൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കുക, എങ്ങനെയാണ് ആ പ്രോസസ്സ് സൈക്രോമെട്രിക് ചാർട്ടിൽ വരച്ചിരിക്കുന്നത് നമ്മൾ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക. അങ്ങനെയാണെങ്കിൽ ഇതേപോലെ അപ്പൊ ഇതേ ക്വസ്റ്റ്യൻ തന്നെ വേണമെങ്കിൽ കൂളിംഗ് കോയിലിന് ചോദിക്കാം. അപ്പൊ കൂളിംഗ് കോയിലിന്റെ രീതിയിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ ലെഫ്റ്റിലോട്ട് വരയ്ക്കണം. ഇനി ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ എഫിഷ്യൻസി ഓഫ് കോയിൽ, ഈ ഹീറ്റിംഗ് കോയിലിന്റെ എഫിഷ്യൻസി ചോദിക്കാം. എഫിഷ്യൻസി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്താ, എഫിഷ്യൻസി ഓഫ് ഹീറ്റിംഗ് കോയിൽ എന്ന് പറയുന്നത് 1 മൈനസ് എന്തായിരിക്കും, ബൈപാസ് ഫാക്ടർ ആയിരിക്കും. നമുക്ക് ബൈപാസ് ഫാക്ടർ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആ കോയിലിന്റെ എഫിഷ്യൻസി കിട്ടും. കാരണം ബൈപാസ് ഫാക്ടറും എഫിഷ്യൻസിയും ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എന്തായിരിക്കും, 1 ആയിരിക്കും അല്ലെ. അപ്പോൾ ആ കോയിലിന്റെ എഫിഷ്യൻസി എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈപാസ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്ന് എന്ത് ചെയ്താൽ മതി, 1 മൈനസ് ബൈപാസ് ഫാക്ടർ ചെയ്താൽ കോയിലിന്റെ എഫിഷ്യൻസി കിട്ടും. അല്ലാതെ നമുക്ക് ഡയറക്റ്റ് ഇക്വേഷൻ കോയിലിന്റെ എഫിഷ്യൻസി എഴുതാം. കോയിലിന്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത് ഇവിടെ എത്ര, എയർ കയറിയ ടെമ്പറേച്ചർ TD1, ഇറങ്ങിയ ടെമ്പറേച്ചർ എന്താണ്, TD2. സോ TD2 മൈനസ് TD1 ഡിവൈഡ് ബൈ മാക്സിമം എത്ര വരായിരുന്നു, TD3 മൈനസ് TD1. ഈ ഇക്വേഷൻ വെച്ച് ചെയ്താൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് കോയിലിന്റെ എഫിഷ്യൻസി കണ്ടുപിടിക്കാം. അതർവൈസ് ബൈപാസ് ഫാക്ടർ കണ്ടുപിടിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ 1 മൈനസ് ബൈപാസ് ഫാക്ടർ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എഫിഷ്യൻസി ഓഫ് കോയിൽ കിട്ടും. സോ അങ്ങനെ ഏത് ക്വസ്റ്റ്യനും ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് ചോദിക്കും. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിൽ നിന്ന് തന്നെയുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ ഹീറ്റിംഗ് സൈക്രോമെട്രിക് പ്രോസസ് നടക്കുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് ഇൻക്രീസസ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ്, ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ്, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ്. ഇങ്ങനെ 4 കണ്ടീഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് കണ്ടീഷൻസുകളൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്. സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് താഴെ തന്നിരിക്കുന്നതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ് കറക്റ്റ്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ ഒരുപാട് തവണ PSC എക്സാമിൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ബേസ്ഡ് ഓൺ സൈക്രോമെട്രിക് പ്രോസസ് കുറെ പ്രോസസ്സുകൾ നമ്മൾ പഠിക്കുന്നുണ്ട്. സെൻസിബിൾ ഹീറ്റിംഗ്, സെൻസിബിൾ കൂളിംഗ്, ഹ്യൂമിഡിഫിക്കേഷൻ, ഡീഹ്യൂമിഡിഫിക്കേഷൻ, heating and humidification, cooling and dehumidification, heating and dehumidification, cooling and humidification. ഇങ്ങനെ 8 സൈക്രോമെട്രിക് പ്രോസസ്സുകളാണ് നമ്മൾ ആ ഒരു പോർഷനിൽ നമ്മൾ പഠിക്കുന്നത്. ആ ഓരോ പ്രോസസ്സിലും നടക്കുന്ന തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ്, മോയ്സ്റ്റ് എയറിന്റെ തെർമോഡൈനാമിക് പ്രോപ്പർട്ടീസ് ആയ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വെറ്റ് ബൾബ് ടെമ്പറേച്ചർ, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, സ്പെസിഫിക് വോളിയം, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് നമ്മൾ ഓരോ സൈക്രോമെട്രിക് പ്രോസസ്സിലും പഠിച്ചിരിക്കണം. അത് നമ്മൾ ആ സൈക്രോമെട്രിക് ചാർട്ടിന്റെ ബേസിസിൽ തന്നെ പഠിക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കാര്യങ്ങളൊക്കെ നമുക്ക് റീഫ്ലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു പോർഷനിൽ നിന്ന് സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന സൈക്രോമെട്രിക് പ്രോസസ്സിനെ ബേസ് ചെയ്തുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അവര് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് സൈക്രോമെട്രിക് ചാർട്ടിൽ ഒന്ന് റെപ്രസെന്റ് ചെയ്യാം അല്ലെ. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് നമുക്ക് സൈക്രോമെട്രിക് ചാർട്ടിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എക്സ് ആക്സിസിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ, വൈ ആക്സിസിൽ സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. ലൈൻ എങ്ങനെയാണ് നമ്മൾ വരയ്ക്കുന്നത്, ഒരു ഹൊറിസോണ്ടൽ ലൈൻ ടുവേർഡ്സ് റൈറ്റ് അല്ലെ. സോ 1, ഇതാണ് എന്ത്, സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, സെൻസിബിൾ ഹീറ്റിംഗിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു, സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ 1 to 2 എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് നമുക്കറിയാം ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്, ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് പോകുമ്പോൾ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടുകയാണ്. വൈ ആക്സിസിലാണ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി. സോ 1 to 2 പോകുന്ന സമയത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ട് തന്നെ നിൽക്കുക. അപ്പൊ നമുക്ക് നോക്കാം, ഈ സെൻസിബിൾ ഹീറ്റിംഗ് നടക്കുന്ന സമയത്ത് മോയ്സ്ചർ കണ്ടന്റ് എന്തായിരിക്കും, ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം, മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഹ്യൂമിഡിറ്റി അല്ലേ, എമൗണ്ട് ഓഫ് വാട്ടർ വേപ്പർ പ്രസന്റ് ഇൻ മോയ്സ്ചർ അല്ലെ, അല്ലെങ്കിൽ 1 kilogram ഓഫ് ഡ്രൈ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. അത് തന്നെയാണ് എന്ത്, മോയ്സ്ചർ കണ്ടന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം സെൻസിബിൾ ഹീറ്റിംഗ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി എന്തായിട്ടിരിക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുകയാണ്. വിച്ച് മീൻസ് മോയ്സ്ചർ കണ്ടന്റ് എന്തായിരിക്കും, റിമെയിൻസ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. സ്പെസിഫിക് ഹ്യൂമിഡിറ്റി കോൺസ്റ്റന്റ് ആണ് ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റ് പ്രോസസ്. സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ് നടക്കുന്ന സമയത്ത് സ്പെസിഫിക് ഹ്യൂമിഡിറ്റിയുടെ വാല്യൂ എന്താണ്, കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം മോയ്സ്ചർ കണ്ടന്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, റോങ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് റോങ് ആണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ്. നോക്കാം, 1 to 2 എന്ന് പറയുന്ന സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ് ആണ്. 1ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇതല്ലേ, TD1. 2ലെ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇതല്ലേ, TD2. അപ്പോൾ 1ൽ നിന്ന് 2ലോട്ട് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ് നടക്കുന്ന സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടാണ് പോകുന്നത്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം സെൻസിബിൾ ഹീറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സിൽ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യും, കൂടും അല്ലെ. സോ ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ് എന്ന് പറയുന്നത്
കറക്റ്റ് ആണ്. ഇനി വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യൂ. വെറ്റ് ബൾബ് ടെമ്പറേച്ചർ നോക്കെ. വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്? എങ്ങനെയാണ്? ഇൻക്ലൈൻഡ് ലൈൻ ആണ് അപ് ടു ദ സാച്ചുറേഷൻ കർവ്. അപ്പൊ 1 എന്ന് പറയുന്ന പോയിന്റിലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത്. ഇതാണ്. അപ്പൊ ഇവിടുന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? TW1 കിട്ടുന്നത്. 2 എന്ന് പറയുന്ന പോയിന്റിലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചറിന്റെ ലൈൻ എങ്ങനെയാണ് പോകുന്നത്? ഇങ്ങനെയാണ് പോകുന്നത് അല്ലെ? 2 കാരണം ഇൻക്ലൈൻഡ് ലൈൻ ആണ് അല്ലെ? ഇൻക്ലൈൻഡ് ടു ദ സാച്ചുറേഷൻ കർവ് അല്ലെ? അപ്പൊ ഇതാണ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ലൈൻ ഓഫ് 2. അപ്പൊ ഇവിടുന്നായിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്? TW2 കിട്ടുന്നത്. നമുക്കറിയാം സാച്ചുറേഷൻ കർവിൽ മുകളിലോട്ട് പോകുന്നതിനനുസരിച്ച് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്യാണ്? ഇൻക്രീസ് ചെയ്യാണ്. അപ്പോൾ 1ലെ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ ഇത്രയാണ്. 2 ആയപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എവിടെ എത്തി? മുകളിലോട്ടാണ്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്തു. സോ സ്റ്റേറ്റ്മെന്റ് 2 എന്താണ്? കറക്റ്റ് ആണ്. ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ആൻഡ് വെറ്റ് ബൾബ് ടെമ്പറേച്ചർ എന്ത്? ഇൻക്രീസസ്. ക്ലിയർ? ഓക്കെ. ഇനി മൂന്നാമത്തെ പോയിന്റ് എന്താണ്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ റിമെയിൻസ് കോൺസ്റ്റന്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ? ഇറ്റ് ഈസ് ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ മോയ്സ്ചർ പ്രസന്റ് ഇൻ ദ എയർ ബിഗിൻ ടു കണ്ടൻസ് അല്ലെ? നമ്മുടെ എയറിനകത്ത് പ്രസന്റ് ആയിരിക്കുന്ന മോയ്സ്ചർ കണ്ടൻസ് ചെയ്യാൻ തുടങ്ങുന്ന ടെമ്പറേച്ചറിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 1ലെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ 1ൽ നിന്ന് എന്ത് ചെയ്യണം? ഹൊറിസോണ്ടൽ ലൈൻ എന്ത് ചെയ്യണം? സാച്ചുറേഷൻ കർവിലോട്ട് വരയ്ക്കണം. അങ്ങനെയാണ് നമ്മൾ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ സൈക്രോമെട്രിക് ചാർട്ടിൽ കാണിക്കുന്നത്. അപ്പൊ ഇവിടെയാണ് എന്ത് വരുന്നത്? ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ DP1 വരുന്നത്. അതേപോലെ 2 എന്ന് പറയുന്ന പോയിന്റിലെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എത്രയാണെന്ന് ചോദിച്ചാൽ ഈ പോയിന്റിൽ നമ്മൾ ഹൊറിസോണ്ടൽ ലൈൻ എങ്ങോട്ട് വരയ്ക്കും? സാച്ചുറേഷൻ കർവിൽ വയ്ക്കും. അപ്പം വീണ്ടും നമുക്ക് ഇവിടെ തന്നെയല്ലേ DP2 കിട്ടുന്നത്. അതായത് സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സിലെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ എന്തായിട്ടിരിക്കുന്നു? കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു അല്ലെ? സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സിലെ ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ ഓൾവേസ് റിമെയിൻസ് കോൺസ്റ്റന്റ്. കാരണം 1 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും ഹൊറിസോണ്ടൽ ലൈൻ നമ്മൾ ബാക്ക്വേർഡ് അപ് ടു സാച്ചുറേഷൻ കർവ്, ഇതാണ് നമ്മുടെ സാച്ചുറേഷൻ കർവിലോട്ട് വരയ്ക്കുന്ന സമയത്ത് സെയിം പോയിന്റ് തന്നെയാണ് നമുക്ക്. അപ്പൊ സെയിം ടെമ്പറേച്ചർ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ പറയാം ഡ്യൂ പോയിന്റ് ടെമ്പറേച്ചർ സെൻസിബിൾ ഹീറ്റിംഗ് പ്രോസസ്സിൽ എന്തായിട്ടിരിക്കുന്നു? കോൺസ്റ്റന്റ് ആയിട്ടിരിക്കുന്നു. സോ ഓപ്ഷൻ സ്റ്റേറ്റ്മെന്റ് 3 എന്താണ്? കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഇൻക്രീസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈക്രോമെട്രിക് ചാർട്ടില് സാച്ചുറേഷൻ കർവ് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? 100% റിലേറ്റീവ് ഹ്യൂമിഡിറ്റി റെപ്രസെന്റ് ചെയ്യുന്ന ലൈൻ ആണ് എന്ത്? സാച്ചുറേഷൻ കർവ് അല്ലെ? അപ്പൊ ഇതാണ് 100% റിലേറ്റീവ് ലൈൻ. ഇതിന് പാരലൽ ആയിട്ട് സാച്ചുറേഷൻ കർവിന് പാരലൽ ആയിട്ട് നമ്മൾ സൈക്രോമെട്രിക് ചാർട്ടിൽ വരയ്ക്കുന്ന ലൈനുകളാണ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി. അപ്പൊ ഇതാണ് സാച്ചുറേഷൻ കർവ്. ഇതിന് പാരലൽ ആയിട്ട് നമ്മൾ ഇങ്ങനെ വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസുകൾ എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ഇതെല്ലാം എന്ത് ലൈൻസുകളാണ്? RH ലൈൻസ് ആണ്. നമ്മൾ സാച്ചുറേഷൻ കർവിന് പാരലൽ ആയിട്ട് സൈക്രോമെട്രിക് ചാർട്ടിൽ വരയ്ക്കുന്ന ലൈനുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലൈൻസ് എന്ന് പറയുന്നത്. അപ്പൊ സാച്ചുറേഷൻ കർവിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്താണ്? 100% ആണ്. അപ്പോൾ സാച്ചുറേഷൻ കർവിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു വരിക. റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഡിക്രീസസ് ആണ് അല്ലെ? ഫ്രം സാച്ചുറേഷൻ കർവിൽ നിന്ന് താഴോട്ട് വരുന്നതിനനുസരിച്ച്. അപ്പൊ ഈ ലൈനിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ലെറ്റ്സ് സേ 90% ആയിരിക്കും. ഈ ലൈനിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 80% ആയിരിക്കും. ഇവിടുത്തെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 70% ആയിരിക്കും. അപ്പൊ താഴോട്ട് വരുന്നതിനനുസരിച്ച് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവുക. അപ്പോൾ നമ്മുടെ 1 എന്ന് പറയുന്ന പോയിന്റ് ഇതാണ്, ഇവിടെയാണ് കിടക്കുന്നത് 1. 2 എവിടെയാണ്? ഇനി റൈറ്റിലാണ് അല്ലെ? അപ്പൊ 1ലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത് RH1. RH നമ്മൾ 5 എന്ന് പറയുന്ന സിമ്പിൾ വെച്ചാണ്. അപ്പൊ 5.1 എന്ന് പറയുന്നത് എന്തിനേക്കാൾ കൂടുതലായിരിക്കും? 2 എന്ന് പറയുന്ന പോയിന്റിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയേക്കാൾ കൂടുതലായിരിക്കും. കാരണം 1 എന്ന് പറയുന്ന പോയിന്റ് നിയറസ്റ്റ് ടു എന്താണ്? സാച്ചുറേഷൻ കർവ് ആണ്. 2 എന്ന് പറയുന്ന പോയിന്റ് വിച്ച് ഇസ് ഫാർദസ്റ്റ് ഫ്രം ദ സാച്ചുറേഷൻ കർവ്. സാച്ചുറേഷൻ കർവിൽ നിന്ന് ദൂരോട്ട് പോകുന്നതിനനുസരിച്ച് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യാണ്? കുറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം 2 എന്ന് പറയുന്ന പോയിന്റിലെ റിലേറ്റീവ് ഹ്യൂമിഡിറ്റി 1 എന്ന് പറയുന്ന പോയിന്റ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റിയേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പൊ യാതൊരു കാരണവശാലും റിലേറ്റീവ് ഹ്യൂമിഡിറ്റി എന്ത് ചെയ്യത്തില്ല? ഇൻക്രീസസ് അല്ല. ഡ്യൂറിങ് സെൻസിബിൾ ഹീറ്റിംഗ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓൾവേസ് എന്ത്? ഡിക്രീസസ്. സോ സ്റ്റേറ്റ്മെന്റ് 4 എന്താണ്? റോങ് ആണ്. അപ്പൊ താഴെ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് മാത്രമേ ഉള്ളൂ കറക്റ്റ്? 2ഉം 3ഉം മാത്രമേ ഉള്ളൂ കറക്റ്റ്. സോ ഓപ്ഷൻ സി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓക്കെ. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ ചോദിക്കാം. അതായത് നമുക്ക് ആ ഒരു പ്രോസസ്സിനെ പറ്റി ഒരു കറക്റ്റ് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു 3-4 സ്റ്റേറ്റ്മെന്റ് ഒക്കെ തന്നിട്ട് അതിൽ ഏത് കറക്റ്റ് അല്ലെങ്കിൽ ഏത് റോങ് എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ക്ലിയർ കട്ട് ആയിട്ട് ആ പ്രോസസ്സിനെ പറ്റി എല്ലാ കൺസെപ്റ്റുകളും അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് ആൻസറിലോട്ട് വരാൻ സാധിക്കുള്ളൂ. മോസ്റ്റ് പ്രോബ്ലി ഗേറ്റിനും എഞ്ചിനീയറിംഗ് സർവീസിനൊക്കെ നോർമലി ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസുകളൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. സോ മേ ബി നമ്മുടെ കേരള PSC എക്സാമും കുറച്ച് എബോ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് they can pick questions from all these exams. So നമ്മുടെ പ്രിപ്പറേഷൻ ആ ഒരു ലെവലിൽ തന്നെ കൊണ്ടുപോവുക.
സോ നമുക്കും അങ്ങനെയുള്ള കുറച്ച് കൺസെപ്റ്റൽ ബേസ്ഡ് അല്ലെങ്കിൽ എബോവ് സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരുന്ന സമയത്ത് നമുക്ക് അധികം ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിനെ അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. ക്ലിയർ അല്ലേ? ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം. Okay, next question. Consider the following process. 1. Constant pressure heat addition. 2. Adiabatic compression. 3. Adiabatic expansion. And 4. Constant pressure heat rejection. Correct the sequence of process in Rankine cycle. അപ്പോൾ നമ്മുടെ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിലെ സ്റ്റീം ടർബൈൻ വർക്ക് ചെയ്യുന്ന തെർമോഡൈനാമിക് സൈക്കിൾ ആണ് എന്ത്, റാങ്കൈൻ സൈക്കിൾ. റാങ്കൈൻ സൈക്കിൾ ഒരുപാട് പ്രോസസ്സുകൾ നടക്കുന്നുണ്ട്. ഓരോ പ്രോസസ്സും ഒരു ഡിഫറെന്റ് തെർമോഡൈനാമിക് പ്രോസസ്സിലാണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ അവർ ചോദിച്ചിരിക്കുന്നത് ഈ 4 തെർമോഡൈനാമിക് പ്രോസസ്സുകളാണ് പറഞ്ഞത്. ഇതിനകത്ത് കറക്റ്റ് സീക്വൻസ് ഏതാണ്, ആസ് പെർ റാങ്കൈൻ സൈക്കിളിലെ കറക്റ്റ് സീക്വൻസ് ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സോ നമുക്കറിയാം റാങ്കൈൻ സൈക്കിളിലെ പ്രോസസ്സുകളെല്ലാം നമുക്കറിയാം. എന്താ, ആദ്യം ലെറ്റ്സ് ഒരു പമ്പ്, ഇവിടെ ഒരു ബോയിലർ, ബോയിലറിൽ നിന്ന് ഒരു ടർബൈനിലോട്ട്, ടർബൈനിൽ നിന്ന് ഒരു കണ്ടൻസറിലോട്ട്, കണ്ടൻസറിൽ നിന്ന് വീണ്ടും പമ്പിലോട്ട്, അല്ലെ? ഇതാണ് നമ്മുടെ ഫ്ലോ ഡയഗ്രാം എന്ന് പറയുന്നത്, അല്ലെ? ഫ്രം പമ്പ്, പമ്പിൽ നിന്ന് ബോയിലർ, ടർബൈൻ, കണ്ടൻസർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഓരോ ഡിവൈസിൽ നടക്കുന്ന തെർമോഡൈനാമിക് പ്രോസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബോയിലറിലാണ് എന്ത് നടക്കുന്നത്, ഹീറ്റ് അഡിഷൻ നടക്കുന്നത്, അല്ലെ? ബോയിലറിലാണ് ഹീറ്റ് അഡിഷൻ നടക്കുന്നത്. ഏത് പ്രോസസ്സിലാണ്, കോൺസ്റ്റന്റ് പ്രഷറിലാണ് നടക്കുന്നത്. സോ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ് എവിടെ നടക്കുന്നത്, ബോയിലറിൽ നടക്കുന്നത്. അതേപോലെ ടർബൈനിൽ നടക്കുന്ന എന്താണ്, അഡയബാറ്റിക്, റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എന്താണെന്ന് പറയാൻ ടർബൈനിൽ നടക്കുന്നത് എക്സ്പാൻഷൻ പ്രോസസ് ആണ്. കണ്ടൻസറിൽ നടക്കുന്നത് ഹീറ്റ് റിജക്ഷൻ ആണെന്ന് അറിയാം. അതും എന്ത് പ്രോസസ്സിലാണ് നടക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ ആണ് നടക്കുന്നത്. പമ്പിൽ നടക്കുന്നത് എന്താണ് നമുക്കറിയാം, വർക്ക് ഇൻപുട്ട് ആയിട്ട് കൊടുക്കുകയാണ്, അത് കംപ്രഷൻ ആണ്. അവിടെ നടക്കുന്ന റിവേഴ്സിബിൾ അഡയബാറ്റിക് അല്ലെങ്കിൽ ഐസെൻട്രോപിക് എന്താണ്, കംപ്രഷൻ ആണ് നടക്കുന്നത്. അപ്പൊ ഇത് 4 നമ്മുടെ ഈ 4 ഡിവൈസുകളിൽ നടക്കുന്ന പ്രോസസ്. ബോയിലറിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ നടക്കുന്നു, ടർബൈനിൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് ഓർ ഐസെൻട്രോപിക് എക്സ്പാൻഷൻ നടക്കുന്നു, കണ്ടൻസറിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ നടക്കുന്നു, പമ്പിൽ റിവേഴ്സിബിൾ അഡയബാറ്റിക് ഓർ ഐസെൻട്രോപിക് കംപ്രഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ റാങ്കൈൻ സൈക്കിളിൽ ആ ഒരു തെർമോഡൈനാമിക് സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിനകത്ത് കറക്റ്റ് ഓർഡർ ഏതാണെന്നാണ് ചോദിക്കുന്നത്. 1, 2, 3, 4. അതായത് ആദ്യം കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ, ബോയിലർ, അത് കഴിഞ്ഞ് അഡയബാറ്റിക് കംപ്രഷൻ. അല്ല, ബോയിലർ കഴിഞ്ഞാൽ നേരെ ടർബൈനിലോട്ടാണ് പോകുന്നത്. അപ്പം ബോയിലറിൽ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ കഴിഞ്ഞാൽ അടുത്തത് ഏതാണ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ ആണ്, അല്ലെ? അപ്പൊ അങ്ങനെയാണ് ഓർഡർ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ റോങ് ആണ്. അടുത്ത എന്താണ് പറഞ്ഞിരിക്കുന്നത്, 2, 1, 4, 3. 2 എന്താണ്, അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, അപ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് അഡയബാറ്റിക് കംപ്രഷൻ. അപ്പൊ ഇത് 2. ഓക്കെ, അത് കഴിഞ്ഞാൽ എന്താണ് 1 എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. കറക്റ്റ് ആണ്. പമ്പിൽ നിന്ന് നേരെ എങ്ങോട്ടാ പോണേ, ബോയിലറിലോട്ടാണ്. സോ കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. അത് കഴിഞ്ഞ് എന്താ പറഞ്ഞിരിക്കുന്നത്, 4 എന്താണ് പറഞ്ഞിരിക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ബോയിലറിൽ നിന്ന് നേരെ കണ്ടൻസറിലോട്ടല്ല പോകുന്നത്, ടർബൈനിലോട്ടാണ് പോകുന്നത്. അപ്പൊ ഈ ഓപ്ഷൻ എന്താണ്, റോങ് ആണ്. അടുത്ത ഓപ്ഷൻ ഏതാണ്, 2, 1, 3, 4. ഓക്കെ, 2 എന്താണ്, 2 അഡയബാറ്റിക് കംപ്രഷൻ. ഓക്കെ, പമ്പിൽ അഡയബാറ്റിക് കംപ്രഷൻ, റിവേഴ്സിബിൾ അഡയബാറ്റിക് കംപ്രഷൻ. അത് കഴിഞ്ഞാൽ 1 ആണ് പറഞ്ഞിരിക്കുന്നത്. 1 എന്താണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ. നമുക്കറിയാം പമ്പിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്, ബോയിലറിലോട്ടാണ്. ബോയിലറിൽ എന്താണ് നടക്കുന്നത്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് അഡിഷൻ ആണ്. സോ പമ്പിൽ നിന്ന് ബോയിലറിലോട്ടാണ്. അപ്പൊ ഇത് കറക്റ്റ് ആണ്, ഇതും കറക്റ്റ് ആണ്. അടുത്ത ഏതാണ് പറഞ്ഞിരിക്കുന്നത്, 3 ആണ്. 3 എന്താണ്, അഡയബാറ്റിക് എക്സ്പാൻഷൻ. അതായത് ബോയിലർ കഴിഞ്ഞാൽ നേരെ പോകുന്ന ടർബൈനിലാണ്. നമുക്കറിയാം ടർബൈനിൽ എന്താ നടക്കുന്നത്, അഡയബാറ്റിക് എക്സ്പാൻഷൻ. അപ്പോൾ 1 നിന്ന് നേരെ 3. അത് കഴിഞ്ഞ് എങ്ങോട്ടാണ് പോകുന്നത്, 4 ഏതാണ്, കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അപ്പൊ അതേതാണ്, ടർബൈനിൽ നിന്ന് പോകുന്നത് കോൺസ്റ്റന്റ് പ്രഷർ ഹീറ്റ് റിജക്ഷൻ. അത് ഏതിനകത്താണ് നടക്കുന്നത്, കണ്ടൻസറിലാണ്. അപ്പോൾ ഈ തന്നിരിക്കുന്ന സീക്വൻസ് കറക്റ്റ് ആണ്. എന്താണ്, 2, 1, 3, 4 അല്ലെ? ആദ്യം അഡയബാറ്റിക് കംപ്രഷൻ, അതായത് പമ്പിലെ പ്രോസസ്സ് നടക്കുന്നു. അത് കഴിഞ്ഞാൽ നേരെ ബോയിലറിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ നേരെ ടർബൈനിലോട്ട് പോകുന്നു. അത് കഴിഞ്ഞാൽ നേരെ കണ്ടൻസറിലോട്ട് പോകുന്നു. ഇത് നേരെ ഇങ്ങനെ നടന്നു. ഇതാണ് റാങ്കൈൻ സൈക്കിളിലെ തെർമോഡൈനാമിക് പ്രോസസ്സുകൾ. അപ്പൊ ആ ഫ്ലോ കറക്റ്റ് ആയിട്ട് തന്നെ എന്ത് ചെയ്യുക, മനസ്സിലാവും. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇന്നത്തെ സെഷൻ നമുക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നിന്നും ബേസിക് തെർമോഡൈനാമിക്സിൽ നിന്നും അതേപോലെ സ്റ്റീം ടർബൈൻ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നിന്നുള്ള കുറച്ച് ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ആ ന്യൂമറിക്കൽ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ നമ്മൾ അതിന്റെ കൺസെപ്റ്റും കാര്യങ്ങളും എല്ലാം നമ്മൾ നന്നായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തു. സോ ഇനിയും ഇതുപോലെ ഡിഫറെന്റ് സബ്ജക്ട്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ
ഡിഫറെന്റ് സബ്ജക്ട്സിനെ ബേസ് ചെയ്തുള്ള കൺസെപ്ഷ്യൽ വീഡിയോസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതിനായി നിങ്ങൾ എൻട്രി ടെക്നിക്കൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് അപ്കമിംഗ് വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. സോ യു ക്യാൻ യൂസ് ഓഫ് ദാറ്റ്. സോ നമുക്ക് കേരള PSCയിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് എഴുതാൻ സാധിക്കുന്ന നമ്മുടെ ഒരു സുവർണ കാലഘട്ടമാണ് ഈ ഒരു 2021-22 എന്ന് പറയുന്നത്. കാരണം ഒരുപാട് എക്സാമുകൾ വരാൻ പോകുന്ന ഒരു ടൈമാണ്. കാരണം കഴിഞ്ഞ 2-3 വർഷം നോക്കുകയാണെങ്കിൽ ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആസ്പിറൻസിന് കേരള PSCയിൽ അവസരങ്ങൾ വളരെ കുറവായിരുന്നു. എങ്കിൽ തന്നെ ഇനി അങ്ങോട്ട് നമുക്ക് ഈ ഒരു വർഷം അടുത്ത വർഷം നമുക്ക് കുറച്ച് പോസ്റ്റുകൾ അല്ലെങ്കിൽ കുറച്ച് എക്സാമുകൾ വരാനുണ്ട്. ഓൾറെഡി ലെക്ചർ ഇൻ പോളിടെക്നിക് നോട്ടിഫിക്കേഷൻ വന്നു. ഇനി അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ദെൻ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ഈ 2 തസ്തികകൾക്കുള്ള നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് ഓൾറെഡി എക്സ്പയർഡ് ആണ്. സോ നോട്ടിഫിക്കേഷൻ ഇനി വരാനുള്ളതാണ്. അതേപോലെ തന്നെ ഓവർസിയർ ഗ്രേഡ് 1 ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ നോട്ടിഫിക്കേഷൻ ഓൾറെഡി വന്നു കഴിഞ്ഞു. അതേപോലെ അസിസ്റ്റന്റ് എഞ്ചിനീയർ കേരള വാട്ടർ അതോറിറ്റി, അത് സിവിലുകാർക്കും മെക്കാനിക്കലുകാർക്കും അപ്ലൈ ആവുന്ന എക്സാമാണ്. സോ അങ്ങനെയുള്ള കുറച്ച് എക്സാമുകൾ ഇനി നമുക്ക് വരാൻ മുന്നിലുണ്ട്. സോ അതൊക്കെ കണ്ടുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സാമിന് ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ നല്ല രീതിയിൽ തന്നെ സബ്ജക്റ്റുകളെല്ലാം കംപ്ലീറ്റ് ചെയ്ത് നല്ല രീതിയിൽ തന്നെ എക്സാമിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്രോച്ച് ചെയ്യാൻ സാധിക്കും. സോ എൻട്രിയുടെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ആപ്പിൽ മെക്കാനിക്കൽ കോർ കോഴ്സ് എന്ന് പറയുന്ന ഒരു പാക്കേജ് അവൈലബിൾ ആണ്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രി ലെവലിലും ഡിപ്ലോമ ലെവലിലുള്ള എക്സാമുകൾക്കുള്ള പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ആസ് പെർ സബ്ജക്റ്റ്, ഈ ഓരോ സബ്ജക്റ്റിനെ ബേസ് ചെയ്ത് തന്നെ വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ കോഴ്സ് മെക്കാനിക്കൽ കോർ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എൻട്രിയുടെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. സോ യു ക്യാൻ get all details about mechanical core course. സോ ഇനി മറ്റൊരു വീഡിയോ സെഷനിൽ പുതിയ കുറച്ച് ക്വസ്റ്റ്യൻസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ടു ഓൾ.